Hi all, welcome back. So ഇന്ന് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു 10 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാൻ പോവാണ്. സോ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 1. So question number 1. Two pipes can fill a cistern in 12 minutes and 15 minutes. A third pipe can empty it in 6 minutes. The first two are opened for 6 minutes and after that the third pipe is also opened. In what time will the cistern be emptied? എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് 3 പൈപ്പ് ഉണ്ട്. ഓക്കെ, എ, ബി ആൻഡ് സി. ആദ്യത്തെ 2 പൈപ്പ് can fill the cistern in 12 minutes and 15 minutes and the third pipe can empty it in 6 minutes. അതായത് ആദ്യത്തെ 2 പൈപ്പിന്റെ ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് തന്നിരിക്കുന്നത്. അതായത് 12 മിനിറ്റും 15 മിനിറ്റും. വെറസ് മൂന്നാമത്തെ പൈപ്പിന്റെ ടാങ്ക് എംടി ചെയ്യാൻ എടുക്കുന്ന സമയമാണ് തന്നിരിക്കുന്നത്. അതായത് 6 മിനിറ്റ്സ്. സോ ഇത് രണ്ടും ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയവും മൂന്നാമത്തെ പൈപ്പ് എംടി ചെയ്യാൻ എടുക്കുന്ന സമയമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് ടു ആർ ഓപ്പൺ ഫോർ 6 മിനിറ്റ്സ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദ തേർഡ് പൈപ്പ് ഈസ് ഓൾസോ ഓപ്പൺഡ്. ഇൻ വാട്ട് ടൈം വിൽ ദ സിസ്റ്റം ബി എംറ്റീഡ് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ആദ്യം 2 പൈപ്പ് എയും ബിയും ഓപ്പൺ ചെയ്തിടുന്നു. അത് കഴിഞ്ഞ് എത്ര മിനിറ്റ്? 6 മിനിറ്റോളം ഓപ്പൺ ചെയ്തിടുന്നു, എ ആൻഡ് ബി ഒരുമിച്ച്. അത് കഴിഞ്ഞ് തേർഡ് പൈപ്പും ഓപ്പൺ ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? 2 പൈപ്പ് എ ആൻഡ് ബി ഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേസമയം 6 മിനിറ്റിന് ശേഷം സി എംടി ചെയ്തുകൊണ്ടിരിക്കുന്നു. പൈപ്പ് സി എംടി ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ എന്തായാലും എംടി ആവും അല്ലെ? ഒരു സമയം കഴിയുമ്പോൾ എന്തായാലും ടാങ്ക് എംടി ആവും. സോ ഇൻ വാട്ട് ടൈം വിൽ ദ സിസ്റ്റം ബി എംടി? ഓക്കെ, സോ ആ ടാങ്ക് എംടി ആവാൻ എടുക്കുന്ന സമയമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ 1/, എടുക്കണം എന്ന് പറയുന്നത്. അതായത് ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയം 12 മിനിറ്റ് ആണെങ്കിൽ 1 മിനിറ്റിൽ എത്ര ടാങ്ക് ഫില്ല് ചെയ്യാൻ പറ്റും? 1/12 ഓഫ് ദ ടാങ്ക് can be filled. ഓക്കെ, സോ 6 മിനിറ്റിൽ എത്ര ടാങ്ക് ഫില്ല് ചെയ്യാൻ പറ്റും? 6/12 ഓഫ് ദ ടാങ്ക് can be filled. ഓക്കെ, സോ എന്ത് പറഞ്ഞിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഫസ്റ്റ് ടു ആർ ഓപ്പൺ ഫോർ 6 മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അതിനെ എങ്ങനെ എഴുതാം? 1/12 പ്ലസ് 1/15 ഓക്കെ ഇൻടു 6 മിനിറ്റ്സ്. 6 മിനിറ്റ് ഈ 2 ടാങ്കുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ അതിനെങ്ങനെ എഴുതാം? ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? 9/60 എന്ന് കിട്ടും. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 9/60 കിട്ടും ഇൻടു 6 മിനിറ്റ്സ്. സോ ഇത് കട്ട് ചെയ്ത് പോകുമ്പോൾ we will get 9/10. ഓക്കെ, ഇതെന്താ? പാർട്ട് ഫിൽഡ് ഇൻ 6 മിനിറ്റ്സ്. 6 മിനിറ്റ്സിൽ ഒരു ടാങ്കിന്റെ എത്ര പാർട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആൻസർ ആണ് ഇത്. അതായത് 6 മിനിറ്റിൽ പാർട്ട് ഓഫ് ദ ടാങ്ക് ഫിൽഡ്, പാർട്ട് ഓഫ് ദ ടാങ്ക് ഫിൽഡ് നമുക്ക് കിട്ടി. 6 മിനിറ്റിൽ ഇത്രയും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എന്താ ക്വസ്റ്റ്യൻ? ഫസ്റ്റ് 2 ആർ ഓപ്പൺ ഫോർ 6 മിനിറ്റ്സ്. അപ്പൊ ഇത്രയും ഫില്ലായി. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് തേർഡ് പൈപ്പ് ഈസ് ഓൾസോ ഓപ്പൺഡ്. 6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ പൈപ്പ് ഓപ്പൺ ചെയ്തു. മൂന്നാമത്തെ പൈപ്പിന്റെ സ്പെസിഫിക്കേഷൻ എന്താ? അത് എംടി ദ ടാങ്ക് ഇൻ 6 മിനിറ്റ്സ്. അത് എംടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സി പറയുന്ന പൈപ്പ് എംടി ചെയ്യാണ് ടാങ്കിന് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ എഴുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മിനിറ്റ് ഞാൻ ഇതൊക്കെ ഒന്ന് മാച്ചിട്ട് ആവശ്യമുള്ളത് മാത്രം എഴുതാം. ഓക്കെ, വെയിറ്റ്. സോ പാർട്ട് ഓഫ് ദ ടാങ്ക് ഫിൽഡ് ഇൻ 6 മിനിറ്റ്സ് 9/10 കിട്ടി. ഓക്കെ അല്ലേ? സോ അടുത്ത എന്താ കണ്ടുപിടിക്കണ്ടേ? മൂന്നാമത്തെ പൈപ്പും കൂടെ ഓൺ ചെയ്ത സ്ഥിതിക്ക് when all the pipes are open, part emptied in 1 minute നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? തേർഡ് പൈപ്പിന്റെ 1/6 അല്ലേ? സോ ഒരു ടാങ്ക് എംടി ചെയ്യാൻ എടുക്കുന്ന സമയം 6 മിനിറ്റ് ആണെങ്കിൽ ഇത് എംടിന്റെ കണ്ടീഷൻ ആണ്. ഓക്കെ, മൂന്നാമത്തെ സി എന്ന് പറയുന്ന പൈപ്പിന്റെ ഒരു ടാങ്ക് 6 മിനിറ്റ്സ് എടുക്കുന്നു. സോ 1 മിനിറ്റിൽ എത്ര പോർഷൻ ഓഫ് ദ ടാങ്ക് എംടി ചെയ്യാം? 1/6 പോർഷൻ ഓഫ് ദ ടാങ്ക് ക്യാൻ ബി എംടി. അപ്പൊ നമുക്കിപ്പോ എയും ബിയും സിയും ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ when all the pipes are open, part emptied in 1 minute is equal to 1/6. ഓക്കെ, ഇത് സിന്റെ ആണ്. മൈനസ് 1/6 minus
part of the tank filled in 6 minutes. Okay, so 9/10. Clear alle? Sorry, 9/60. Okay, so 9/60 ആണ്. 9/10 എന്ന് പറയുന്നത് 6 minutes part of the tank filled ആണ്. Okay, so 6 minutes 9/10 ആണെങ്കിൽ 1 minute എന്താ 9/10 into 6, that is equal to 9/60. So ഇത് എന്ന് പറയുന്നത് part emptied in 1 minute ആണ്. So part emptied in 1 minute is 1/6. അതായത് C ന്റെ contribution minus 9/60 എന്ന് പറയുന്നത് എന്താ A and B ന്റെ contribution. Okay, ഇതെങ്ങനെ കിട്ടിയത് മനസ്സിലായില്ലേ? Part emptied in part filled by A and B in 1 minute ആണ് ഇത്. അതായത് 1/12 plus 1/15, അതായത് A and B ന്റെ 1/12 plus 1/15 ചെയ്ത് that is equal to 9/60 നമുക്ക് കിട്ടും. Okay, so 9/60 എന്ന് പറയുന്നത് A and B can fill the tank ആണ്. So 1/6 എന്ന് പറയുന്നത് C can fill the empty the tank ആണ്. So നമുക്ക് പറയേണ്ടത് part emptied in 1 minute എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാ എംപ്റ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്? സി ആണ് എംപ്റ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എംപ്റ്റീഡ് ആണ്. സോ സിന്റെ കോൺട്രിബ്യൂഷൻ ഫസ്റ്റ് എഴുതുക. അതായത് ഇവിടെ തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് സി ക്യാൻ എംപ്റ്റി ദ ടാങ്ക് ഇൻ 6 minutes. അപ്പോൾ ഒരു ടാങ്കിനെ 6 മിനിറ്റ് കൊണ്ട് എംപ്റ്റി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് എത്ര ടാങ്കിനെ എംപ്റ്റി ചെയ്യാം? 1/6 ഓഫ് ദ ടാങ്ക് ക്യാൻ ബി എംപ്റ്റി. സോ സിന്റെ കോൺട്രിബ്യൂഷൻ 1/6 മൈനസ് 3 പൈപ്പും ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ്. സോ A plus B ന്റെ contribution എന്താ 1/12 plus 1/15, that is equal to 9/60. Okay, 9/60. 9/10 എന്താണ്? 9/60 6 minutes ന്റെ ആണെങ്കിൽ അല്ല 1 minute ന്റെ ആണെങ്കിൽ 6 minutes ന്റെ എന്താ 9/60 into 6, അങ്ങനെയാണ് ഇവിടെ 9/10 കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് വേണ്ടത് പാർട്ട് emptied in 1 minute ആണ്. സോ സിന്റെ കോൺട്രിബ്യൂഷൻ മൈനസ് 9/60, ദാറ്റ് ഈസ് A plus B ഫിൽ ചെയ്യാനുള്ള കോൺട്രിബ്യൂഷൻ. ഓക്കെ, സോ 1/6 മൈനസ് 1/9 ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യണം? സിന്റെ കോൺട്രിബ്യൂഷൻ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ we will get 10/60 minus 9/60, that is equal to 1/60. Clear alle? So part emptied in 1 minute is 1/60. Clear alle? So നമുക്ക് എന്താ തന്നിരിക്കുന്നത്? The first two are open for 6 minutes and after that the third pipe is also opened എന്നാണ് തന്നിരിക്കുന്നത്. So നമ്മുടെ question, in what time will the cistern be emptied ആണ് അല്ലേ? സോ ഒരു മിനിറ്റ് ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. നമുക്ക് 3 പൈപ്പ് തന്നിട്ടുണ്ട്, എ ബി ആൻഡ് സി. സോ എയും ബിയും ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. എയും ബിയും ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയം 12 minutes ആൻഡ് 15 minutes. ഓക്കെ, സോ എ ബി എംപ്റ്റി ചെയ്യാൻ സി. ഓക്കെ, സോ 12 minutes, 15 minutes ആൻഡ് 6 minutes ടു എംപ്റ്റി. ഇത് ഫില്ല് ചെയ്യാൻ, ഇത് എംപ്റ്റി ചെയ്യാൻ. അതുവരെ കിട്ടിയില്ലേ? സോ 1/12 plus 1/15 ആണ് എ ആൻഡ് ബിന്റെ കോൺട്രിബ്യൂഷൻ ടു ഫിൽ ദ ടാങ്ക്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 9/60 കിട്ടും. ക്ലിയർ അല്ലേ? ഇതാണ് പാർട്ട് ഓഫ് ദ ടാങ്ക് ഫിൽഡ് ഇൻ 1 minute. ക്ലിയർ അല്ലേ? ദെൻ ദ പാർട്ട് ഓഫ് ദ ടാങ്ക് എംപ്റ്റി ചെയ്യാൻ എടുക്കുന്ന സമയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? 1/6 minus 9/60. ഓക്കെ, അതായത് എയും ബിയും ഫില്ല് ചെയ്യും, സി എംപ്റ്റി ചെയ്യും. സോ ടോട്ടലി നമ്മുടെ ടാങ്ക് എംപ്റ്റി ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്, എംപ്റ്റി ആയതുകൊണ്ട് ആദ്യം സിന്റെ തന്നെ എഴുതുക. ഓക്കെ, സോ സിന്റെ എഴുതി 1/6 മൈനസ് എ ആൻഡ് ബിന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള 9/60, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റു 10 ചെയ്യുന്ന സമയത്ത് 10/60 മൈനസ് 9/60, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/60 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ക്ലിയർ അല്ലേ? സോ 1/60 വരെ നമുക്ക് കിട്ടി. 1/60 എന്താ? when all the pipes are open, A, B, C, എയും ബിയും സിയും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
part emptied in 1 minute ആണ്. part emptied in 1 minute is 1/60 കിട്ടി. ഓക്കെ, ഇനി in what time will the cistern be empty എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 1 മിനിറ്റിൽ 1/60 empty ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ബാക്കിയുള്ള 9/10 പോർഷൻ empty ചെയ്യാൻ എത്ര സമയം വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് അവിടെ 9/10 എഴുതിയത്? ഓൾറെഡി 6 മിനിറ്റ് അത് ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. സോ 9/10 ആണ് ഇവിടെ എടുക്കുക. ക്ലിയർ അല്ലേ? 1 മിനിറ്റിൽ 1/60 empty ചെയ്യാൻ പറ്റുമെങ്കിൽ 9/10 അവിടെ ഫില്ല് ചെയ്ത് കിടക്കുന്നുണ്ട്. 6 മിനിറ്റ് എ ആൻഡ് ബി ആദ്യം തന്നെ ഓൺ ചെയ്തിട്ട് 6 മിനിറ്റ് ഓൺ ചെയ്ത് ടാങ്ക് ഫില്ലായി കിടക്കുന്നുണ്ട്. സോ ആ ഫില്ലായി കിടക്കുന്ന പോർഷൻ empty ചെയ്യാൻ എടുക്കുന്ന സമയം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 1 മിനിറ്റ് വേണം 1/60th ഓഫ് ദ ടാങ്ക് empty ചെയ്യാനെങ്കിൽ 9/10th ഓഫ് ദ ടാങ്ക് empty ചെയ്യാൻ എത്ര മിനിറ്റ് വേണമെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിനെ എങ്ങനെ ചെയ്യാം? 1/60 question mark 9/10. ഓക്കെ, സോ അതിനെങ്ങനെ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് x എന്ന് എടുക്കുക. സോ 9/10 is equal to x/60. ക്ലിയർ അല്ലേ? സോ ഈ 0 ക്യാൻസൽ ചെയ്താൽ x is equal to 9 into 6 is equal to 54 minutes. So option D is our correct answer. ക്ലിയർ അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Ajay and Vijay can do a piece of work in 70 days and 60 days respectively. They start the work together and after some time Ajay leaves. Vijay finished the remaining work in 47 days. When did Ajay quit the work? എന്നാണ് question. Okay, so അജയും വിജയും കൂടെ ഒരു വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. സോ അജയിന്റെ കപ്പാസിറ്റി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻ ഡു എ വർക്ക് ഇൻ 70 ഡേയ്സ്. അതേസമയം വിജയ് ക്യാൻ ഡു ദാറ്റ് അതേ വർക്ക് വിജയ് ചെയ്യാൻ 60 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദേ സ്റ്റാർട്ട് ദ വർക്ക് ടുഗദർ. അവർ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ആഫ്റ്റർ സം ടൈം അജയ് ലീവ്സ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അജയ് ആ വർക്കിൽ നിന്ന് പിന്മാറി. വിജയ് ഫിനിഷ് ദ റിമൈനിങ് വർക്ക്സ് ഇൻ 47 ഡേയ്സ്. വിജയ് അതിനുശേഷം 47 ദിവസം എടുത്ത് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, സോ വെൻ ഡിഡ് അജയ് ക്വിറ്റ് ദ വർക്ക്? അതായത് എത്ര ദിവസം കഴിഞ്ഞാണ് അജയ് ആ വർക്ക് ക്വിറ്റ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്താൽ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അതായത് എക്സ് ഡേയ്സ് അജയ് വർക്ക് ചെയ്തു. 70 ആണ് അജയിന്റെ കപ്പാസിറ്റി. ഓക്കെ, അതായത് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 70 ഡേയ്സ് വേണം അജയ്ക്ക്. അപ്പോൾ ഒരു ദിവസം എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അജയ്ക്ക്? 1/70. ഇത് അജയിന്റെ കേസ്. വിജയിന്റെ കേസ് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 60 ഡേയ്സ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും വിജയ്ക്ക്? 1/60 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഡേയ്സ് കഴിഞ്ഞപ്പോൾ അജയ് പോയി. ഓക്കെ, സോ എക്സ് ഇൻറ്റു 1/70. ഓക്കെ, ഒരു ദിവസത്തിന്റെ 1/70 ആണെങ്കിൽ എക്സ് ദിവസത്തിന്റെ എത്രയായിരിക്കും? x/70. ഓക്കെ, എക്സ് ഡേയ്സ് കഴിഞ്ഞപ്പോൾ അജയ് ലീവ് ചെയ്തു. ഓക്കെ, പ്ലസ് ആ എക്സിന്റെ കൂടെ 47 ദിവസം കൂടെ എക്സ്ട്രാ ആര് വർക്ക് ചെയ്തു? വിജയ് വർക്ക് ചെയ്തു. സോ വിജയിന്റെ 1 ഡേ വർക്ക് എന്ന് പറയുന്നത് 1/60 ആണെങ്കിൽ എക്സ് പ്ലസ് 47th വർക്ക് എന്ന് പറയുമ്പോൾ എന്താ? എക്സ് പ്ലസ് 47 ഡിവൈഡഡ് ബൈ 60 ഈസ് ഈക്വൽ ടു 1. ക്ലിയർ അല്ലേ? സോ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60x പ്ലസ് 70x പ്ലസ് 70 ഇൻറ്റു 47 ചെയ്യുമ്പോൾ നമുക്ക് 3290 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 70 ഇൻറ്റു 60. ഈ സൈഡിലേക്ക് പോകും. റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് 70 ഇൻറ്റു 60 ഈസ് 4200. ഓക്കെ, സോ 130x ഈക്വൽ ടു 3290 ഇങ്ങോട്ട് പോകുമ്പോൾ we will get 910. So x is equal to 91 divided by
13. So 13 into 7 is 91. So 7. Okay. So option C is our answer. So 7 ദിവസം എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി? 7 കിട്ടി. സോ 7 ദിവസം മാത്രമേ അജയ് വർക്ക് ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് അജയ് ലെഫ്റ്റ് ദ വർക്ക്. ആൻഡ് 47 ദിവസം കൊണ്ട് അടുത്ത 47 പ്ലസ് 7 ഡേയ്സ് എടുത്തു. ഡേയ്സ് വിജയ് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് മനസ്സിലായി. ക്ലിയർ അല്ലേ? സോ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. Question number 3. 3 times the first of 3 consecutive odd integers is 3 more than 2 times the third. Find the third integer. That's the question. So, okay. 3 times the first of 3 consecutive odd integers. Okay. First 3 consecutive integers എന്തൊക്കെയാണ് first നമുക്ക് എഴുതണം. So, first integer is x, then x plus 2, then x plus 4. അതായത് x ന് 1 ഇട്ട് കൊടുത്താൽ അടുത്ത integer is 1 plus 2 is 3 and 1 plus 4 is 5. So, consecutive odd number series ആണ്. So, our numbers are x, x plus 2 and x plus 4. എന്താ ചോദിച്ചിരിക്കുന്നത്? 3 times the first of 3 consecutive odd integer. അതായത് 3 times of the first of 3 consecutive odd integer is equal to 3 more than 2 times the third. ഇത്രയേ ഉള്ളൂ. അതായത് നമുക്ക് ആ ലൈൻ സെന്റൻസ് വായിച്ചു കഴിഞ്ഞാൽ ആ സെന്റൻസിന്റെ കൂടെ തന്നെ ഇക്വേഷൻ ഫോം ചെയ്താൽ നമുക്ക് ഈസി ആയി കിട്ടും. ഓക്കെ. 3 times the first of 3 consecutive odd integer is 3 more than the 2 times the third. ക്ലിയർ അല്ലേ? സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ 3x is equal to 3 plus 2x plus 8. ഓക്കെ. സോ 2x ഈ സൈഡിലേക്ക് എടുക്കുമ്പോൾ x equal to 11. ക്ലിയർ അല്ലേ? സോ 11 നമുക്ക് മാർക്ക് ചെയ്യാൻ പാടില്ല. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ തേർഡ് ഇൻഡിജർ. തേർഡ് ഇൻഡിജർ എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്? ദാറ്റ് ഇസ് x plus 4. 11 plus 4 that is equal to 15. ക്വസ്റ്റ്യൻ നേരെ വായിച്ചു നോക്കണം. ഓക്കെ. സോ ഓപ്ഷൻ എ ഈസ് അവർ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ LCM ഓഫ് സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് എ ബി സി. സോ എ ബി സിന്റെ LCM കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 into AA, B, C അങ്ങനെ തന്നെ എഴുതാം. Then B വെച്ച് ചെയ്യുമ്പോൾ 1, 1, C. Then again C വെച്ച് ചെയ്യുമ്പോൾ 1, 1, 1. Till 1, 1, 1 ആവുന്ന വരെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് the LCM of that number. A into B into C. Option A is our correct answer. Clear അല്ലേ? Okay. അടുത്ത question. Find the largest number of 4 digit that is exactly divisible by 27, 18, 15 and 12. Okay. So, നമുക്ക് ഇവിടെ 4 നമ്പർ തന്നിട്ടുണ്ട് അല്ലേ? 27, 18, 15 and 12. Okay. So, find the largest number of 4 digits. നമുക്ക് തന്നിട്ടുണ്ട് 4 നമ്പർ തന്നിട്ടുണ്ട്. That is exactly divisible by 27, 18, 15 and 12. Okay. So, ഇതിലൊരു largest 4 digit number എന്താ? 9999. So, ഇതിനുള്ളിലുള്ള ഒരു നമ്പർ ആയിരിക്കും. ആ നമ്പർ ഈ ഓപ്ഷനിൽ ഉണ്ടാവും. സോ ആ ഓപ്ഷനിലുള്ള നമ്പർ ആയിരിക്കണം. ആൻഡ് that will be divisible by these 4 numbers. ഓക്കെ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ LCM എടുക്കണം. ക്ലിയർ അല്ലേ? സോ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇത് 27, 9, 15 and 6. Then again 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇത് 27 again divisible അല്ല. 9, 15 and 3. ഓക്കെ. ഇനി 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 9, 3, 5 and 1. Again 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3, 1, 5, 1. Again 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1, 1, 5, 1. Then 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1, 1, 1, 1. Clear അല്ലേ? So 5 into 3 into 3 into 3 into 2 into 2. That is equal to 540. 540 is the LCM of these 4 numbers. Okay. ഇനി നമുക്കറിയാം largest 4 digit number is 9999. Clear അല്ലേ? So അടുത്ത എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 9999 540 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം.
Okay, 540 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് we will get 18 into 540 is 9720. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾ തന്നെ നോക്കണം, മൾട്ടിപ്ലൈ ചെയ്തിട്ട്. സോ 1ലും 2ലും 3ലും 4ലൊന്നും പോവില്ല. സോ 15 വെച്ച് ചെയ്യണം, 10 വെച്ച് ചെയ്യുമ്പോൾ 540 വരും. 540 into 10 എന്ത് ചെയ്യണം, 5400 വരും. സോ again 15 വെച്ച് ചെയ്യണം, അപ്പോൾ ഒരു വാല്യൂ വരും. then 16 17 18 വെച്ച് നിങ്ങൾ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 18 എന്നൊരു വാല്യൂലാണ് 9720 എന്നുള്ള ഒരു നമ്പർ കിട്ടുക. ഓക്കെ, സോ അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 279 വരും. ഓക്കെ, സോ എങ്ങനെയാണ് നമുക്ക് ലാർജസ്റ്റ് നമ്പർ ഓഫ് 4 ഡിജിറ്റ് ദാറ്റ് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ ഈ 4 നമ്പേഴ്സ് കിട്ടുക? 129999 മൈനസ് ഈ റിമൈൻഡർ 279 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 0279 കിട്ടും. സോ ഓപ്ഷൻ 9720 ഈസ് അവർ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? സോ ഇങ്ങനെ ഒരു നമ്പർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് LCM കണ്ടുപിടിക്കണം. ആൻഡ് ആ LCM വെച്ചിട്ട് ലാർജസ്റ്റ് പോസിബിൾ നമ്പർ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമുക്കൊരു റിമൈൻഡർ കിട്ടും. ആ റിമൈൻഡർ ലാർജസ്റ്റ് നമ്പറിൽ നിന്നും മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആൻസർ കിട്ടും. അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ദിസ് ഇസ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് 4 ഡിജിറ്റ് ദാറ്റ് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 27, 18, 15 ആൻഡ് 12. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിംപ്ലിഫൈ 7.2 മൈനസ് ബ്രാക്കറ്റിൽ 3 പ്ലസ് 0.5 ഓഫ് ബ്രാക്കറ്റിൽ 3.1 മൈനസ് 2.3 ഇൻറ്റു 1.02. സോ ഇത് എങ്ങനെ ചെയ്യണം? ബോർഡ് മാസ്. ഇതിന്റെ കൺസെപ്റ്റ് ഇസ് ബോർഡ് മാസ്. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്, ബോർഡ് മാസ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? അതായത് ആദ്യം ബ്രാക്കറ്റിലുള്ളത് ചെയ്യണം, then ഓഫ്, then ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ക്ലിയർ അല്ലേ? സോ ഫസ്റ്റ് ബ്രാക്കറ്റിനുള്ളിലാണ് ചെയ്യേണ്ടത് അല്ലേ? സോ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് എങ്ങനെ ചെയ്യും? 2.3നെ 23 എന്ന് എഴുതാം, 1.02നെ 102 എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 2.346. ഓക്കെ, 2346 കിട്ടും. നമുക്ക് ഡെസിമൽ 3 ഡെസിമൽ ലെഫ്റ്റിലോട്ട് ഇടുമ്പോൾ 2.346 കിട്ടും. ഓക്കെ, അടുത്ത എന്താ? ബാക്കി എന്താ ഉള്ളത്? 3.100 മൈനസ് 2.346 ചെയ്യുമ്പോൾ നമുക്ക് 0.754 കിട്ടും. ക്ലിയർ അല്ലേ? അടുത്ത എന്താ ചെയ്യേണ്ടത്? 0.5 ഓഫ് 0.754. ക്ലിയർ? സോ അവിടെ എന്താ വരുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് 0.5 ഇൻറ്റു 0.754. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.377 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. 0.377. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? 3 ആഡ് ചെയ്യണം. ഓക്കെ, സോ 3 പ്ലസ് 0.377 ഈസ് ഈക്വൽ ടു 3.377. ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? ബ്രാക്കറ്റിന്റെ വെളിയിൽ എന്തുണ്ട്? 7.200 മൈനസ് 3.377. ഓക്കെ, സോ എന്ത് കിട്ടും? 8.3 കിട്ടും. Okay, so our final answer is 3.823. That is option D. Clear അല്ലേ? സോ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബോർഡ് മാസ് റൂൾ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ആദ്യം ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് ചെയ്യണം, then ഓഫ് ചെയ്യണം, then മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ഇല്ല, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഉണ്ട്. സോ അത് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്തി. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 7. ഇഫ് plus means minus, minus means plus, multiplication means division and division means multiplication. So ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത്, അതായത് പ്ലസിന് പകരം മൈനസ്, മൈനസിന് പകരം പ്ലസ്, മൾട്ടിപ്ലിക്കേഷന് പകരം ഡിവിഷൻ, ഡിവിഷന് പകരം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഈ 4 ഓപ്ഷൻസിൽ ഒന്ന് ഫോളോ ചെയ്യും. ഓക്കെ, അത് ഏത് ഓപ്ഷനാണ് നമ്മൾ കണ്ടുപിടിക്കണം, ഏത് ഇക്വേഷൻ ആണ് കറക്റ്റ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഓപ്ഷൻ എ 30 പ്ലസിന് പകരം മൈനസ് ചെയ്ത -5, ഡിവിഷന് പകരം മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു 4 പ്ലസ് 10 ഡിവിഷൻ 5.
ഓക്കെ, സോ ഇവിടെ എന്താ ഫോളോ ചെയ്യേണ്ടത്? ബോർഡ് മാസ് ആണ് ഫോളോ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? സോ 10 divided by 5 is 2. So 30 minus 20 plus 2. So 32 minus 20. 22 ആണോ? അല്ല. സോ ഓപ്ഷൻ എ നമ്മുടെ കറക്റ്റ് ആൻസർ അല്ല. സോ ഓപ്ഷൻ ബിയിലോട്ട് പോവാം. 30 plus 5 minus 4 into 10 division 5. So 10 divided by 5 is 2. Okay. So 30 plus 5 minus 4 into 2. 30 plus 5 minus 8. Okay. So 35 minus 8, 62 ആണോ? അല്ല. So ഓപ്ഷൻ ബിയും നമ്മുടെ ഓപ്ഷൻ അല്ല. ഓക്കെ, നമ്മുടെ കറക്റ്റ് ആൻസർ അല്ല. സോ ഓപ്ഷൻ സി 30 minus 5 plus 4 into 10 division 5. Okay, so 30 minus 5 plus 4 into 2. 30 minus 5 plus 8. So 38 minus 5, 58 ആണോ? അല്ല. സോ നമ്മുടെ ഓപ്ഷൻ സിയു അല്ല. അപ്പോൾ നമ്മുടെ ഫൈനൽ ഓപ്ഷൻ എന്താ? ഓപ്ഷൻ ഡി will be our answer. അത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഓപ്ഷൻ ഡി 30 divided by 5 plus 4 into 10 minus 5. So 30 divided by 5 എന്താ? 6 plus 4 into 10 is 40 minus 5. Clear അല്ലേ? So 46 minus 5 is equal to 41. So option D is our correct answer. Clear അല്ലേ? So ഇത് വേഗം വേഗം ചെയ്യണം എക്സാമിന്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 8. The sum and difference of the ages of two brothers are in the ratio 5:1. If the product of their ages is 96, then what are their ages? എന്നാണ് question. അതായത് രണ്ട് brothers ഉണ്ട്. അവരുടെ വയസ്സിന്റെ ഏജസിന്റെ sum and differences ന്റെ ratio is given, that is 5:1. അതായത് രണ്ട് brothersന്റെ age will be say x and y. Okay, so അവരുടെ ages ന്റെ sum and ages ന്റെ difference ന്റെ ratio is given, that is 5/1. Okay, then cross multiplication, x plus y is equal to 5x minus 5y. So this is equation number 1. Okay, അല്ലെങ്കിൽ ഇത് ഒന്നും കൂടെ സോൾവ് ചെയ്യാം. 5x ഇവിടെ ഉണ്ട്. സോ എക്സ് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുക ആൻഡ് y ഇവിടെ ഉണ്ട്. സോ 5y ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 6y ഈസ് ഈക്വൽ ടു 4x എന്ന് കിട്ടും. സോ x by y ഈസ് ഈക്വൽ ടു x by y ഈസ് ഈക്വൽ ടു 6/4. സോ x by y ഈസ് ഈക്വൽ ടു 3/2. ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ ഏജസ് ഇസ് 96. സോ എക്സ് ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 96. എക്സ് വൈ ഈസ് ഈക്വൽ ടു 96. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ദെൻ വാട്ട് ആർ ദെയർ ഏജസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഓരോ ഓപ്ഷൻ എടുത്ത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, സോ ഇതാണ് രണ്ട് ഏജസ് അവർ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന ആ ബ്രദേഴ്സിന്റെ ഏജസ് ആണ്. ഓക്കെ, സോ നമുക്ക് ആദ്യം അറിയാവുന്ന കാര്യം എന്താ? അവരുടെ ഏജിന്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 96 ആണെന്നറിയാം. ഓക്കെ, സോ 6 into 10 96 ആണോ? അല്ല. സോ ഓപ്ഷൻ എ അല്ല എന്ന് മനസ്സിലായി. 24 into 4 96 ആണോ? 24 into 4 is 16, 96. ഓക്കെ, സോ ഓപ്ഷൻ ബി ആവാൻ ചാൻസ് ഉണ്ട്. 16 into 6 is 3, 96. ഓക്കെ, സോ ഓപ്ഷൻ സി ആവാൻ ചാൻസ് ഉണ്ട്. 12 into 8 is 96. Okay, so option D ആവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, സോ xy is equal to 96 നിന്ന് നമുക്ക് എന്ത് ഓപ്ഷൻ എ എന്ന് പറയുന്നത് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഓപ്ഷൻ ബി അല്ലെങ്കിൽ സി അല്ലെങ്കിൽ ഡി ആയിരിക്കണം. സോ അതെങ്ങനെ സെലക്ട് ചെയ്യുക? അത് സെലക്ട് ചെയ്യാനാണ് നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 1ന്റെ ഹെൽപ്പ് വേണ്ടത്. ഓക്കെ, സോ x by y is equal to 3/2 എന്ന് നമുക്ക് അറിയാം. ഓക്കെ, സോ 24 ഫസ്റ്റ് ഓപ്ഷൻ ബി 24/4 3/2 എന്നുള്ള റേഷ്യോ വരുന്നുണ്ടോ? ഇല്ല അല്ലെ. 24/4 6 ആണ് വരുന്നത്. സോ ഓപ്ഷൻ ബിയും അല്ല. ദെൻ 16/6 is equal to 3/2 ആണോ വരുന്നത്? അല്ല. സോ ഓപ്ഷൻ സിയും കറക്റ്റ് ആൻസർ അല്ല. അടുത്തത് ഓപ്ഷൻ ഡി 12/8. സോ
4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുക്കുമ്പോൾ 4 into 3 is 12 and 4 into 2 is 8. So this condition follows. അപ്പോൾ ഓപ്ഷൻ ഡി is our correct answer. ക്ലിയർ അല്ലേ? സോ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് രണ്ട് ഇക്വേഷൻ ഫോം ചെയ്തിട്ട് ദെൻ ഓപ്ഷൻസ് ആ ഇക്വേഷനിൽ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ ആൻസർ കിട്ടും. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 9. A tent is in the form of cylinder and is surmounted by a cone. Radius and height of a cylinder portion are 10 meter and 25 meter respectively. For the conical part, radius is 10 meter and slant height is 15 meter. Calculate the amount of canvas required to build the tent, allowing 20% extra for folding, stitching, etc. ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്താ തന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെന്റ് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്നത് ഒരു സിലിണ്ടർ ആണ് ആദ്യം. ഓക്കെ, സിലിണ്ടർ ആൻഡ് ഈസ് സർമൗണ്ടഡ് ബൈ എ കോൺ. സോ ടെന്റ് ആണ്. സോ അതിന്റെ മേലെ ഒരു കോൺ ഉണ്ട്. ഓക്കെ, റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ പോർഷൻ ആർ 10 meter ആൻഡ് റേഡിയസ് is 25 meter. Okay, radius and height of the cylinder portion are 10 meter. Radius is 10 meter, sorry. Radius is 10 meter. So diameter is 10 plus 10, that is 20. And height is 25 meter. This is cylinder in the case. Okay, for the conical part, radius is 10 meter and the slant height, then slant height is 15 meter. Okay, calculate the amount of canvas required to build the tent, allowing 20% extra for folding and stitching. So ഇത് ടോട്ടൽ ആയിട്ട് നമുക്ക് സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് ഈ ടെന്റ് കെട്ടാനുള്ളത്. ഓക്കെ, അതിന്റെ കൂടെ ഒരു 20% എക്സ്ട്രാ എമൗണ്ട് ഓഫ് ക്യാൻവാസ് യൂസ് ചെയ്യുന്നുണ്ട് ഫോർ ഫോൾഡിങ്, സ്റ്റിച്ചിങ്, എക്സെട്ര. ഓക്കെ, സോ 100% അല്ല, 100 plus 20% എക്സ്ട്രാ ഉണ്ട് ഫോർ ഫോൾഡിങ് ആൻഡ് സ്റ്റിച്ചിങ്. ഓക്കെ, സോ നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം സിലിണ്ടറിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ ബൈ ഹാർട്ട് ചെയ്യണം. സിലിണ്ടറിന്റെ ദാറ്റ് ഈസ് 2πRh. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 into പൈന്റെ വാല്യൂ നമുക്ക് എന്ത് എഴുതാം? 22/7 എഴുതാം. ഓക്കെ, സോ 22/7 into റേഡിയസ് is 10 into height is 25. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1571.42 meter square എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഈസ് ഇൻ ദ കേസ് ഓഫ് സിലിണ്ടർ. ഇത് സിലിണ്ടറിന്റെ കേസ് മാത്രമാണ്. അടുത്തത് കോണിന്റെ കേസ്. ഓക്കെ, കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 15, റേഡിയസ് 10 തന്നിട്ടുണ്ട്. സോ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ദ കോൺ ഇസ് ഈക്വൽ ടു πRL, ദാറ്റ് ഈസ് ഈക്വൽ ടു 22/7 into റേഡിയസ് 10 into സ്ലാന്റ് ഹൈറ്റ് 15, ദാറ്റ് ഈസ് ഈക്വൽ ടു 471.42 meter cube, meter square. ഓക്കെ, ഇത് കോണിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ, ഇത് സിലിണ്ടറിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ. സോ ക്യാൻവാസ് റിക്വയർഡ് ടു ബിൽഡ് ദ ടെന്റ് എന്ന് പറയുമ്പോൾ എന്താ? ഈ ഒരു ടെന്റ് കെട്ടാൻ എത്ര ക്യാൻവാസ് വേണം? കോണിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് സിലിണ്ടറിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ, ദാറ്റ് ഈസ് 1571.42 meter square plus 471.42 meter square, that is equal to 204,285. ഓക്കെ, മീറ്റർ സ്ക്വയർ. ഇതാണ് ടോട്ടൽ ടെന്റിന് വേണ്ട ക്യാൻവാസിന്റെ എമൗണ്ട്. ഓക്കെ, എമൗണ്ട് ഓഫ് ക്യാൻവാസ് റിക്വയർഡ് ടു ബിൽഡ് ദ ടെന്റ്. അതിന്റെ കൂടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ടെന്റ് ഈസ് അലൗഡ് 20% എക്സ്ട്രാ ഫോർ ഫോൾഡിങ് ആൻഡ് സ്റ്റിച്ചിങ്. അപ്പോൾ ഇതാണ് 100%. ഒരു മിനിറ്റ്. ഓക്കെ, സോ നമുക്ക് 100%ന്റെ കൂടെ 20% കൂടെ വേണം. 20% എന്തിനാ? ഫോൾഡിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടാണ്. സോ 120 divided by 100 into, so 100 plus 20 എന്താ? 120%. നമ്മൾ എങ്ങനെ എഴുതും? ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതും. into 2042.85, that is equal to 2451.42 meter square. That is option D is our correct answer. Okay, so നമ്മൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 2042 ആണ് ആൻസർ എന്ന് എഴുതാൻ പാടില്ല. ഓക്കെ, അതിൻ്റെ കൂടെ എന്ത് വരുന്നുണ്ട്? ഫോൾഡിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരു 20% കൂടെ
അഡീഷണൽ എമൗണ്ട് ഓഫ് ക്യാൻവാസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എങ്ങനെ എഴുതാം? 100ന്റെ കൂടെ 100% ആണ് 2042 എങ്കിൽ 120% എത്ര എന്ന് കണ്ടുപിടിക്കണം. ക്ലിയർ അല്ലേ? സോ അതെങ്ങനെ കൂടെ കണ്ടുപിടിക്കാന്നറിയോ? ഒരു മിനിറ്റ് പറഞ്ഞുതരാം. %% ആണ് 2042.85 എങ്കിൽ 120% എത്രയെന്ന് ചോദിച്ചാൽ ഇവിടെ x. ഓക്കെ, സോ x ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് തമ്മിൽ ഒരു മിനിറ്റ്, ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോവും. 5 into 2 6 into 2. So 5x is equal to 2042.85 into 6. Therefore x equal to 2042.85 into 6 divided by 5 ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? ആൻസർ 2451.40 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ 100%ന്റെ കൂടെ ഒരു 20% കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 120% കിട്ടും. സോ 120%നെ 120 divided by 100 എന്ന് എഴുതാം ഓഫ് 2042.85. സോ ഇത് കട്ട് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ ഡി ഈസ് അവർ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10. ഇഫ് x plus a by x plus b is equal to x plus 3a by x plus a plus b. Okay, so find the value of x. So എങ്ങനെ x ന്റെ വാല്യൂ എന്ന് കണ്ടുപിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2ax plus bx plus x square plus a square plus ab is equal to x square plus 3ax plus bx plus 3ab കിട്ടും. ഓക്കെ, സോ ഇനി എന്ത് ചെയ്യണം? ഈ a സ്ക്വയറിനെയും എ ബിനെയും നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് മൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 2ax plus bx plus x square equal to x square plus 3ax plus bx plus 3ab minus a square എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? പ്ലസ് 2ab. ഓക്കെ, സോ എ ബിനെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എടുക്കുമ്പോൾ പ്ലസ് 3ab മൈനസ് എ ബി ഈസ് പ്ലസ് 2ab മൈനസ് എ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സോ ഇനി എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സബ്ട്രാക്ട് എക്സ് സ്ക്വയർ പ്ലസ് 3ax പ്ലസ് bx ഓൺ ബോത്ത് സൈഡ്സ്. സോ രണ്ട് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും നമ്മൾ ഈ ഒരു ടേം വെച്ച് സബ്ട്രാക്ട് ചെയ്യുക. സോ നമുക്ക് 2ax പ്ലസ് bx പ്ലസ് x സ്ക്വയർ മൈനസ് x സ്ക്വയർ പ്ലസ് 3ax പ്ലസ് bx ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് 3ax പ്ലസ് bx പ്ലസ് 2ab മൈനസ് a സ്ക്വയർ ഓഫ് മൈനസ് x സ്ക്വയർ മൈനസ് 3ax മൈനസ് bx. സോ നമുക്ക് എന്ത് വരും? bxും bxും ക്യാൻസൽ ആവും. 2ax 3ax വെറും ax ആവും. x സ്ക്വയറും ക്യാൻസൽ ആവും. സോ ഇവിടെ മൈനസ് സൈൻ ഉള്ളതുകൊണ്ട് മൈനസ് ax ഈസ് ഈക്വൽ ടു ഇവിടെ എന്തൊക്കെ സംഭവിക്കും? x സ്ക്വയർ ക്യാൻസൽ ആവും, 3ax ക്യാൻസൽ ആവും, bx ക്യാൻസൽ ആവും. ഓക്കെ, ബാക്കി റിമൈനിങ് എന്തൊക്കെ ഉണ്ട്? ഈസ് ഈക്വൽ ടു മൈനസ് a സ്ക്വയർ പ്ലസ് 2ab. ക്ലിയർ അല്ലേ? therefore ഇവിടെ കോമൺ ആയിട്ടുള്ളത് എന്തൊക്കെയാ? ഇവിടെ കോമൺ ആയിട്ടുള്ളത് മൈനസ് എ ആണ് അല്ലേ? സോ ഡിവൈഡ് ബോത്ത് സൈഡ് ബൈ മൈനസ് എ. സോ മൈനസ് എ മൈനസ് എ മൈനസ് എ. therefore എന്ത് കിട്ടും? x ഈക്വൽ ടു ഇത് രണ്ടും ക്യാൻസൽ ആവും. x ഈക്വൽ ടു ഇവിടെ ഒരേ ക്യാൻസൽ ആവും. a മൈനസ് എ പ്ലസ് 2b എന്ന് വരും. ഓക്കെ, സോ മൈനസ് കളയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇവിടെ മൈനസ് എക്സ് ആ വരിക. സോ മൈനസ് എക്സ് ഈക്വൽ ടു എന്ത് സംഭവിക്കും? മൈനസ് കളയാൻ വേണ്ടിയിട്ട് എ മൈനസ് 2b എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? സോ ക്ലിയർ അല്ലേ? അതായത് മൈനസ് എ വെച്ചിട്ട് ബോത്ത് സൈഡ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ? മൈനസ് എ എക്സ് ഈക്വൽ ടു മൈനസ് എ സ്ക്വയർ പ്ലസ് 2ab അല്ലേ? സോ മൈനസ് എ
Okay, a square minus 2ab minus a minus a. So x equal to a cancel ആവും, ഇവിടെ minus a cancel ആവും, ഇത് രണ്ടും cancel ആവും. So x equal to a minus 2b. So option a minus 2b, option D is our correct answer. Clear അല്ലേ? Okay. So ഇങ്ങനെയും ചെയ്യാം. Okay, that is cross multiplication ചെയ്തിട്ട് നമുക്ക് cancel ചെയ്യാൻ പറ്റുന്നത് രണ്ട് സൈഡും നമുക്ക് multiply ചെയ്ത് അല്ലെങ്കിൽ add or subtract ചെയ്തിട്ട് നമുക്ക് cancel ചെയ്ത x ന്റെ വാല്യൂ കണ്ടുപിടിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ x ന് പകരം ഓപ്ഷൻ എ ഇട്ട് നോക്കുക, എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും സെയിം കിട്ടുന്നുണ്ടോ നോക്കുക. ഓക്കെ, സോ അതായിരിക്കും x ന്റെ വാല്യൂ. ദെൻ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക x ന് പകരം രണ്ട് സൈഡും, ദെൻ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ ഇതിൽ ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ x ന്റെ വാല്യൂ ഈസ് ഈക്വൽ ടു ഓപ്ഷൻ ഡി എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയും ചെയ്യാം. ഓർ നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് സിമ്പിൾ ആണെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തും ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഓപ്ഷൻസിൽ നിന്നും കണ്ടുപിടിക്കുകയും ചെയ്യാം. ക്ലിയർ അല്ലേ? സോ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.